നമസ്കാരം. കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തുടക്കം മുതൽ തന്നെ കേസിൽ വെട്ടാം പ്രതിയായ ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരി തിരിഞ്ഞ് വാക്കേറ്റങ്ങൾ നടക്കുന്നുണ്ട്. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ സർക്കാരും പ്രോസിക്യൂഷനും അപ്പീലുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ഇന്ന് 9 വർഷം തികയുകയാണ്. 2017 ഫെബ്രുവരി 17-നാണ് ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത്. മലയാള സിനിമാ ലോകത്തെ എന്നല്ല കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ സംഭവം തന്നെയായിരുന്നു അത്. ആക്രമിക്കപ്പെട്ട നടി സധൈര്യം പരാതിയുമായി മുന്നോട്ട് വന്നതോടെ കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ പ്രമാദമായ കേസുകളൊന്നായി ഇത് മാറി. നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മലയാള സിനിമാ പ്രവർത്തകർ കൊച്ചിയിൽ സംഗമിച്ചപ്പോൾ കേസിന്റെ മറ്റ് തലങ്ങളിലേക്ക് കൂടി വെളിച്ചം വീശി. സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞതോടെ സിനിമയ്ക്കുള്ളിൽ തന്നെ കേസിന്റെ ദിശ മാറി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെല്ലാം പോലീസ് പിടിയിലായതിന് പിന്നാലെ ആർക്കു വേണ്ടി ഇത് ചെയ്തു എന്നതിലേക്കായി അന്വേഷണം. ആ അന്വേഷണം എത്തി നിന്നത് നടൻ ദിലീപിലേക്കായിരുന്നു. കേരളം മുൻപ് കേട്ടിട്ടില്ലാത്ത കൊട്ടേഷൻ ബലാത്സംഗം എന്നതിലേക്ക് ഈ കേസ് എത്തുന്നത് ദിലീപിനെ 8-ാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തതോടെയാണ്. കേസിൽ 85 ദിവസം ജയിലിൽ കിടന്നു. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് നടി ആക്രമിക്കപ്പെട്ടത്. തന്റെ ദാമ്പത്യ ജീവിതം തകർന്നതിൽ ദിലീപിനുണ്ടായ പ്രതികാരമാണ് നടി ആക്രമിക്കപ്പെടാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 1-ാം പ്രതി പൾസർ സുനിയെയും കൂട്ടാളികളെയും ഇതിനായി കൊട്ടേഷൻ ഏൽപ്പിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വർഷങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കും വിചാരണയ്ക്കും ശേഷം 2025 ഡിസംബറിലാണ് വിചാരണ കോടതി കേസിന്റെ വിധി പ്രഖ്യാപിച്ചത്. ദിലീപിന് ക്ലീൻ ചീറ്റ് നൽകിയ കോടതി 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നതായിരുന്നു കോടതി നിരീക്ഷണം. എന്നാൽ ഇതിനെതിരെ സർക്കാരും പ്രോസിക്യൂഷനും അതിജീവിതയും രംഗത്തെത്തി. ദിലീപ് അടക്കമുള്ളവരെ ഒഴിവാക്കിയത് ന്യായീകരിക്കാനാകില്ല എന്നും ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ചെറിയ ശിക്ഷയാണ് ലഭിച്ചതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കേസിൽ അപ്പീൽ പോകുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിധി വന്ന് 2 മാസം പിന്നിട്ടിട്ടും അപ്പീൽ ഹർജി ഫയൽ ചെയ്തിട്ടില്ല. കേരളത്തിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഈ സംഭവത്തിന് ശേഷവും മുൻപും എന്ന രീതിയിൽ വിഭജിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും തെറ്റില്ല. തുല്യത, സ്ത്രീ സുരക്ഷ തുടങ്ങിയ മൂല്യങ്ങളെക്കുറിച്ച് കേരളം ഇതിനു ശേഷമാണ് കൂടുതൽ ആർജവത്തോടെയും തുറന്നും സജീവമായും ചർച്ച ചെയ്തത്. WCCയുടെ ഉദയം, ഹേമ കമ്മിറ്റി തുടങ്ങിയവയെല്ലാം നടി ആക്രമിച്ച കേസിന്റെ ചുവടുപിടിച്ച് രൂപീകരിക്കപ്പെട്ടതാണ്. അതേസമയം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിലക്ഷ്യ ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ദിലീപ് അതിജീവിതയുടെ അഭിഭാഷക TV മിനി എന്നിവർ നൽകിയ ഹർജികളാണ് പരിഗണിക്കുക. കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംരക്ഷണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയാണ് ദിലീപിന്റെ ഹർജി. വിചാരണ നടപടികൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന കോടതി നിർദ്ദേശം മാധ്യമങ്ങൾ ലംഘിച്ചെന്നാണ് ദിലീപിന്റെ ആരോപണം. യൂട്യൂബ് ചാനലിലൂടെ ദിലീപിന് അനുകൂലമായി സംസാരിച്ച മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെയാണ് അഡ്വക്കേറ്റ് TV മിനി പരാതി നൽകിയത്. ജനുവരി 12-ന് ഹർജികൾ പരിഗണിച്ചപ്പോൾ ഹാജരാകാതിരുന്ന അഡ്വക്കേറ്റ് TV മിനിക്കെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് കോടതിയിൽ എത്തിയതെന്നും എപ്പോഴും ഉറങ്ങുകയാണ് പതിവെന്നുമായിരുന്നു വിമർശനം. അതേസമയം പൂർണ്ണനീതി ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ പ്രതികരണം. പോരാട്ടം തുടരുമെന്നും അവർ സൂചന നൽകി. WCC എന്ന സംഘടനയുടെ രൂപീകരണത്തിന് തന്നെ കാരണമായത് നടി നേരിട്ട അതിക്രമമാണ്. മലയാള സിനിമയിൽ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ നേരിടുന്ന പ്രതിസന്ധികൾ ഒന്നൊന്നായി പുറത്തുവന്നു. സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. ആ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം നടി ആക്രമിച്ച കേസിൽ 1-ാം പ്രതിയായ പൾസർ സുനി അടക്കം 6 പേരെയാണ് വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. വിചാരണ നേരിട്ട 10 പ്രതിയായ നടൻ ദിലീപ് അടക്കമുള്ളവരെ കോടതി വെറുതെ വിട്ടു. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീലിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കം നടത്തുകയാണ് 1-ാം പ്രതി പൾസർ സുനി നടത്തുന്നത്. പ്രോസിക്യൂഷന്റെ അപ്പീൽ മേൽക്കോടതിയിൽ എത്തുന്നതിന് മുൻപേ തന്റെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റ് 3 പ്രതികളും ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. 6 പ്രതികൾക്കും 20 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് എറണാകുളം സെഷൻസ് കോടതി വിധിച്ചിരുന്നത്. കേസ് അന്വേഷണം നേരായ രീതിയിലല്ല നടന്നതെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ പൾസർ സുനി ആരോപിക്കുന്നു. മാത്രമല്ല തെളിവുകൾ ശേഖരിച്ചതിലും വീഴ്ച വന്നിട്ടുണ്ടെന്നും അപ്പീലിൽ ആരോപിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായിരുന്നു ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും. ഇവയുടെ രണ്ടിന്റെയും ഒറിജിനൽ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ലെന്ന് പൾസർ സുനി പറയുന്നു. മാത്രമല്ല ഒറിജിനൽ ഫോണിന്റെ നിറം സംബന്ധിച്ച മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ദൃശ്യം പകർത്തിയ ഫോൺ കണ്ടെത്താത്തത് കൊണ്ട് തന്നെ താൻ വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കില്ലെന്നും അപ്പീലിൽ പറയുന്നു. മാത്രമല്ല കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചെന്ന് പറയുന്ന സിം കാർഡ് മറ്റൊരാളുടെ പേരിലാണ്. ഇയാളെ ഈ കേസിൽ ചോദ്യം ചെയ്യാനോ
പ്രതി ചേർക്കാനോ അന്വേഷണ സംഘം തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിൽ പോലീസ് വലിയ കാലതാമസം വരുത്തിയിരുന്നുവെന്നും അതുകൊണ്ട് അന്വേഷണ സംഘം സമർപ്പിച്ച തെളിവുകളിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും അപ്പീലിൽ വാദിക്കുന്നു. തങ്ങൾ ഉന്നയിച്ച ഈ വാദങ്ങൾ വിചാരണ ഘട്ടത്തിൽ കോടതി പരിഗണിച്ചില്ലെന്നും പൾസർ സുനി ആരോപിക്കുന്നു. പൾസർ സുനിയെ കൂടാതെ കേസിൽ 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ്, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി എന്നിവരാണ് ശിക്ഷാവിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം തടവ്. പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. മാത്രമല്ല 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ട വിധിക്കും എതിരെയാണ് പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നത്.